പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. വെൽക്കം ടു ഡീൽസ് കേരള മിഡിൽ ഈസ്റ്റ് ടെൻഷൻസ് അപ്ഡേറ്റ്സ്. ലോകരാഷ്ട്രങ്ങളുടെ നെടുവീർപ്പുകൾ പോലും അതിർത്തികൾ കടക്കാത്ത ഈ സമയത്ത് പശ്ചിമേഷ്യ എന്ന ഭൂമിശാസ്ത്ര പ്രദേശം കത്തിജ്വലിക്കുകയാണ്. ഒരു വശത്ത് യുദ്ധവും മറുവശത്ത് ചർച്ചകളും, ഒരു വശത്ത് സൈനിക ശക്തി പ്രയോഗവും മറുവശത്ത് നയതന്ത്ര സമ്മർദ്ദങ്ങളും. ഈ അരാജകത്വത്തിനിടയിൽ ഇറാനും അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം 25ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. ഏറ്റവും പുതിയ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കേണ്ടത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നിലപാടാണ്. ഇറാനുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് അദ്ദേഹം സൂചിപ്പിച്ചു. ആ ചർച്ചകളുടെ ഫലത്തെ ആശ്രയിച്ചായിരിക്കും തുടർ യുദ്ധമെന്ന് ട്രംപ് വ്യക്തമാക്കി. അതായത്, ചർച്ചകൾ പരാജയപ്പെട്ടാൽ യുദ്ധം രൂക്ഷമാകും, വിജയിച്ചാൽ സമാധാനത്തിന് വഴി തെളിയും. ഈ സന്ദർഭത്തിൽ ആണവായുധം സ്വന്തമാക്കില്ലെന്ന് ഇറാൻ അറിയിച്ചതായും അദ്ദേഹം വെളിപ്പെടുത്തി. ഇതൊരു പ്രധാന വഴിത്തിരിവാണ്. എന്നാൽ ഇറാന്റെ ഭാഗത്തുനിന്നുള്ള പ്രതികരണം ഇതിന് തികച്ചും വിപരീതമാണ്. സമ്പൂർണ്ണ വിജയം നേടും വരെ യുദ്ധം തുടരുമെന്ന നിലപാടാണ് ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. ആയത്തുള്ള അലി ഖാംനെയി അടക്കം മുതിർന്ന നേതാക്കളെ ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ നഷ്ടപ്പെട്ട ഇറാൻ ഇപ്പോൾ ശക്തമായ പ്രതിരോധ നിലപാടിലാണ്. തെഹ്റാനിലെ വ്യോമാക്രമണത്തിൽ സുരക്ഷാ മേധാവി അലി ലാരിജാനി കൊല്ലപ്പെട്ട സാഹചര്യത്തിൽ അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മുഹമ്മദ് ബാക്കിർ ദുൽഖദിറിനെ നിയമിച്ചിരിക്കുകയാണ്. ഇറാന്റെ സൈന്യം, സുരക്ഷാ വിഭാഗം, നീതിന്യായം തുടങ്ങിയ സുപ്രധാന മേഖലകളുമായി ദീർഘകാല ബന്ധമുള്ള വ്യക്തിയാണ് ദുൽഖദിർ. ബാസിജ് സേനയുടെ ഡെപ്യൂട്ടി ചീഫ് ജനറലായും ഇറാൻ-ഇറാഖ് യുദ്ധകാലത്ത് IRGC ജോയിന്റ് സ്റ്റാഫ് തലവനായും പ്രവർത്തിച്ച പരിചയം അദ്ദേഹത്തെ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ഇറാന്റെ തന്ത്രപ്രധാനമായ കളിക്കാരനാക്കി മാറ്റുന്നു. ഈ യുദ്ധത്തിനിടയിൽ റഷ്യ, ചൈന ഉൾപ്പെടെയുള്ള ശക്തരായ രാജ്യങ്ങൾ വെടിനിർത്തൽ ആവശ്യപ്പെട്ട് രംഗത്തു വന്നിട്ടുണ്ട്. ഇതോടെ ഇറാനിൽ അന്താരാഷ്ട്ര സമ്മർദ്ദവും ശക്തമാവുകയാണ്. ഒരു വശത്ത് യുദ്ധം, മറുവശത്ത് നയതന്ത്ര സമ്മർദ്ദങ്ങൾ. ഇറാൻ ഇപ്പോൾ ഒരിരുമ്പു ചങ്ങലയിലാണ്. അതേസമയം ജർമ്മനിയിൽ നിന്നും ശക്തമായ വിമർശനമാണ് ഉയർന്നിരിക്കുന്നത്. ജർമ്മൻ പ്രസിഡന്റ് ഫ്രാങ്ക് വോൾട്ടർ സ്റ്റെയിൻമിയർ ഇറാൻ യുദ്ധത്തെ അന്താരാഷ്ട്ര നിയമം ലംഘിക്കുന്ന വിനാശകരമായ തെറ്റ് എന്നാണ് വിശേഷിപ്പിച്ചത്. ട്രംപിന്റെ വിദേശ നയത്തെ അസാധാരണമായ വിധത്തിൽ രൂക്ഷമായി വിമർശിച്ച അദ്ദേഹം ഈ യുദ്ധം ജർമ്മൻ-അമേരിക്കൻ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തിയതായും പറഞ്ഞു. ചാൻസലർ ഫ്രെഡറിക് മെർസിനേക്കാൾ കൂടുതൽ വിമർശനാത്മക നിലപാടാണ് സ്റ്റെയിൻമിയർ സ്വീകരിച്ചിരിക്കുന്നത്. ഇത് യൂറോപ്പിനുള്ളിൽ തന്നെ ഈ യുദ്ധത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടെന്ന് വ്യക്തമാക്കുന്നു. ഇതിനിടയിൽ ഗൾഫ് മേഖലയിൽ സംഘർഷം കൂടുതൽ രൂക്ഷമാകുന്ന സൂചനകളും പുറത്തുവരുന്നു. ബഹ്റൈനിൽ UAE സൈനികൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം വലിയ പ്രതിസന്ധിക്ക് വഴിവെച്ചിരിക്കുകയാണ്. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ശക്തമായ പ്രതിഷേധവുമായി രംഗത്തെത്തി. ഈ സംഭവം മേഖലയിൽ യുദ്ധം കൂടുതൽ വ്യാപിക്കാനുള്ള സാധ്യതകൾ ഉയർത്തിയിരിക്കുകയാണ്. അതേസമയം അമേരിക്കയുടെ ശക്തമായ സൈനിക സാന്നിധ്യം പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. US വിമാനവാഹിനി കപ്പലായ USS ജെറാൾഡ് F.R. ഫോർഡിന് സംഭവിച്ച തകരാർ ചെറിയ കാര്യമല്ലെന്ന് പെന്റഗൺ വിലയിരുത്തുന്നു. ഇത് അമേരിക്കയുടെ യുദ്ധസജ്ജതയെക്കുറിച്ച് പുതിയ ചോദ്യങ്ങൾ ഉയർത്തുന്നു. പ്രാദേശിക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ബഹ്റൈനിൽ UAE സൈനികൻ മിസൈൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട സംഭവം വലിയ വിവാദമായിട്ടുണ്ട്. ഈ സംഭവത്തിൽ UAE ശക്തമായ പ്രതിഷേധമറിയിച്ചു. ഇത് ഗൾഫ് രാജ്യങ്ങൾക്കിടയിലെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്തുമോ എന്ന് കാത്തിരുന്ന് കാണണം. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾ ശ്രദ്ധേയമാണ്. ചർച്ചകൾക്കിടയിലും പശ്ചിമേഷ്യയിലേക്ക് 1000-ഓളം അധിക സൈനികരെ അമേരിക്ക അയക്കുകയാണ്. നേരത്തെ അയച്ച 4000-ലേറെ സൈനികർക്ക് പുറമെയാണിത്. US സൈന്യത്തിന്റെ എലൈറ്റ് വിഭാഗമായ 82ാം എയർബോൺ ഡിവിഷനിലെ സൈനികരാണ് ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലേക്ക് പുറപ്പെടുന്നത്. ഇറാനിയൻ പ്രദേശത്ത് സൈന്യത്തെ വിന്യസിക്കുന്നതുൾപ്പെടെയുള്ള ഓപ്ഷനുകളാണ് പെന്റഗൺ പരിഗണിക്കുന്നതെന്ന് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് സംഘർഷം കൂടുതൽ രൂക്ഷമാകാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇതിനിടയിൽ യുദ്ധത്തിന്റെ മറ്റൊരു മുഖമാണ് ഇസ്രായേലിലുള്ളത്. ഇസ്രായേലിലെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആക്രമണങ്ങളിൽ 4 പേർ കൊല്ലപ്പെട്ടു. തെല്ലവീവ്, ഏലിയാത്ത്, വടക്കൻ മേഖലകൾ എന്നിവിടങ്ങളിലായിരുന്നു ആക്രമണം. ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണം തുടരുന്നതായി ഇസ്രായേൽ വ്യക്തമാക്കുന്നു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഇസ്രായേലിൽ പരിക്കേറ്റവരുടെ എണ്ണം 4800 കടന്നിരിക്കുകയാണ്. അതേസമയം ലെബനോനിൽ നിന്നുള്ള കൂട്ടപലായനം വലിയ മനുഷ്യാവകാശ പ്രതിസന്ധിയായി മാറുകയാണ്. ലെബനോനിൽ ഇസ്രായേൽ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 1100 പിന്നിട്ടിട്ടുണ്ട്. ലെബനോനിൽ സ്ഥിതി ദയനീയമാണ്. ഇസ്രായേൽ ആക്രമണത്തിന് തുടർന്ന് കൂട്ടപ്പലായനമാണ് ലെബനോനിൽ.
ഹിസ്ബുള്ളയെ ഇല്ലാതാക്കാതെ ലെബനോനിൽ ആക്രമണം നിർത്തില്ലെന്നാണ് ഇസ്രായേൽ നിലപാട്. ലെബനോനിൽ നിന്നും ഇറാൻ സ്ഥാനപതിയെ പുറത്താക്കി. ഹിസ്ബുള്ളയ്ക്ക് ഇറാൻ നൽകുന്ന പിന്തുണ ചൂണ്ടിക്കാണിച്ചാണ് ഈ നടപടി. ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാറ്റ്സ് ലിറ്റാനി നദിവരെയുള്ള തെക്കൻ ലെബനോൻ ഇസ്രായേൽ കൈവശപ്പെടുത്തുമെന്ന് വ്യക്തമാക്കി. ഇത് ലെബനോനിന്റെ 10-1 വരുന്ന പ്രദേശമാണ്. ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് ഏകദേശം 30 കിലോമീറ്റർ വടക്ക് മെഡിറ്ററേനിയനുമായി ചേരുന്ന ലിറ്റാനി വരെയുള്ള പ്രദേശം തങ്ങളുടെ സുരക്ഷാ മേഖലയായിരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഇറാനിലും വ്യാപക വ്യോമാക്രമണമുണ്ടായി. ഭരണസിരാ കേന്ദ്രങ്ങളിലും സിവിലിയൻ കേന്ദ്രങ്ങളിലും ആക്രമണം നടന്നു. തെഹ്റാനിലെ നിരവധി കെട്ടിടങ്ങൾ തകർന്നു. ഇറാനിൽ മരണം 1500 കടന്നു. 18,581 പേർക്കാണ് പരിക്കേറ്റത്. യുഎസുമായി ചേർന്ന് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിനു പിന്നാലെയുണ്ടായ യുദ്ധം 25ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചതിനോടകം ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനെയി അടക്കം നിരവധി പ്രമുഖരായ നേതാക്കളെ യുഎസ് ഇസ്രായേൽ സംയുക്ത ആക്രമണത്തിൽ വകവരുത്തുകയുണ്ടായി. ഇറാഖിലും യുഎസ് ഇസ്രായേൽ ആക്രമണം ശക്തമാണ്. ഇറാൻ പിന്തുണയുള്ള ഷിയ സായുധ സംഘങ്ങൾക്കായുള്ള ഇറാഖിലെ ഒരു കുട ഗ്രൂപ്പിന്റെ പ്രാദേശിക ആസ്ഥാനത്തും അതിന്റെ നേതാവ് ഉപയോഗിക്കുന്ന ഒരു വീട്ടിലും ചൊവ്വാഴ്ച വ്യോമാക്രമണം നടന്നു. ഇറാഖിലെ പശ്ചിമ പ്രവിശ്യയായ അൻബാറിലെ പോപ്പുലർ മൊബിലൈസേഷൻ ഫോഴ്സിന്റെ സൈറ്റിൽ നടന്ന ആക്രമണത്തിൽ 15 പോരാളികൾ കൊല്ലപ്പെടുകയും 30 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തെഹ്റാനിൽ നടന്ന വ്യോമാക്രമണത്തിൽ സുരക്ഷാ മേധാവിയായ അലി ലാരിജാനി കൊല്ലപ്പെട്ടതോടെ പുതിയ സുരക്ഷാ മേധാവിയായി മുഹമ്മദ് ബാക്കിർ ദുൽഖദിർ നിയമിക്കപ്പെട്ടു. ഈ നിയമനം യുദ്ധത്തിന്റെ ഗതിയെ സ്വാധീനിക്കുമെന്ന വിലയിരുത്തലിലാണ് വിദഗ്ധർ. ദീർഘകാല സൈനിക ഭരണപരിചയമുള്ള വ്യക്തിയാണ് മുഹമ്മദ് ദുൽഖദിർ. ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോർപ്സിൽ പ്രധാന സ്ഥാനങ്ങൾ വഹിച്ചു. 1980കളിലെ ഇറാൻ-ഇറാഖ് യുദ്ധത്തിൽ നിർണായക പങ്ക് വഹിച്ചു. 1979ലെ ഇറാനിയൻ റെവല്യൂഷനു മുൻപ് തന്നെ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ദുൽഖദിർ പിന്നീട് സ്ട്രാറ്റജിക് മാനേജ്മെന്റിൽ ഡോക്ടറേറ്റ് നേടി. സൈനികവും ഭരണപരവുമായ പരിചയം അദ്ദേഹത്തെ ഈ നിർണായക സ്ഥാനത്തേക്ക് ഉയർത്തി. യുദ്ധം 5ാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഇറാൻ സുരക്ഷാ സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയാണ് ലക്ഷ്യം. സുരക്ഷാ കൗൺസിൽ മേധാവിയില്ലാതെ മുന്നോട്ടു പോകാനാവില്ലെന്ന വിലയിരുത്തലിലാണ് ഈ നിയമനം. ഈ യുദ്ധം ലോക സമ്പദ്ഘടനയെ ബാധിക്കുന്ന ഒരു സുപ്രധാന മേഖലയാണ് ഹോർമൂസ് കടലിടുക്ക്. ലോകത്തിലെ എണ്ണയുടെയും ദ്രവീകൃത പ്രകൃതിവാതകത്തിന്റെ 1/5 ഭാഗത്തിന്റെ കയറ്റുമതി ഈ കടലിടുക്ക് വഴിയാണ്. ഇറാൻ ഐക്യരാഷ്ട്രസഭയെ അന്താരാഷ്ട്ര സാമുദ്രിക സംഘടനയെയും അറിയിച്ചിരിക്കുന്നത് ഇറാനിയൻ അധികൃതരുമായി ഏകോപിപ്പിച്ചാൽ ശത്രുക്കളല്ലാത്ത കപ്പലുകൾക്ക് ഹോർമൂസ് കടലിടുക്ക് കടന്നുപോകാമെന്നാണ്. എന്നാൽ യുദ്ധം മൂലം ഈ കടലിടുക്ക് വഴിയുള്ള എണ്ണ വിതരണം തടസ്സപ്പെട്ടിരിക്കുകയാണ്. ഇത് ആഗോള ഇന്ധന വിലയിലെ കുതിച്ചുചാട്ടത്തിന് കാരണമായിട്ടുണ്ട്. ഈ യുദ്ധം അമേരിക്കയ്ക്കുള്ളിലും വലിയ പ്രാദേശിക പ്രത്യാഘാതങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അംഗീകാര റേറ്റിംഗ് സമീപ ദിവസങ്ങളിൽ ഏറ്റവും താഴ്ന്ന നിലയിലേക്ക് താഴ്ന്നിട്ടുണ്ടെന്ന് റോയിട്ടേഴ്സ് ഇപ്സോസ് പോൾ കണ്ടെത്തി. 36% അമേരിക്കൻകാർ മാത്രമേ ട്രംപിന്റെ പ്രവർത്തന പ്രകടനത്തെ അംഗീകരിക്കുന്നുള്ളൂ. കഴിഞ്ഞ ആഴ്ച ഇത് 40%ആയിരുന്നു. ഫെബ്രുവരി 28-ന് അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ സംയുക്തമായ ആക്രമണം ആരംഭിച്ചതിനു ശേഷം പെട്രോൾ വില കുതിച്ചുയർന്നു. സമ്പദ്വ്യവസ്ഥയിലും ജീവിത ചെലവിലും ട്രംപിന്റെ നേതൃത്വത്തെക്കുറിച്ച് അമേരിക്കൻകാരുടെ കാഴ്ചപ്പാടുകൾ ഗണ്യമായി വഷളായി. 2024ലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ കേന്ദ്ര ബിന്ദുവായ ജീവിത ചെലവ് ട്രംപ് കൈകാര്യം ചെയ്തതിനെ പ്രതികരിച്ചവരിൽ 25% പേർ മാത്രമേ അംഗീകരിച്ചു. ഇത് ട്രംപിന്റെ വീണ്ടും തെരഞ്ഞെടുപ്പ് സാധ്യതയെ ബാധിക്കുമോ എന്നത് വിശേഷിപ്പിക്കേണ്ട ഒരു ഘടകമാണ്. പശ്ചിമേഷ്യ ഇന്നൊരു അഗ്നിപർവ്വതത്തിന്റെ വാക്കൽ നിൽക്കുകയാണ്. ഒരു വശത്ത് അമേരിക്കയും ഇസ്രായേലും, മറുവശത്ത് ഇറാനും അതിന്റെ സഖ്യകളിക്കാരും. ചർച്ചകൾ നടക്കുന്നുണ്ടെങ്കിലും യുദ്ധം അവസാനിക്കുന്ന ലക്ഷണമില്ല. റഷ്യ, ചൈന തുടങ്ങിയ ശക്തികൾ വെടിനിർത്തൽ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും അത് ഫലപ്രദമാകുന്നില്ല. ലോക സമ്പദ്ഘടന എണ്ണവിലയിലെ ഏറ്റക്കുറച്ചിലുകളാൽ പിടഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ യുദ്ധം എങ്ങോട്ടാണ് പോകുന്നത് എന്നത് ലോകം ഉറ്റുനോക്കുന്ന ഒരു ചോദ്യമാണ്. അമേരിക്ക അധിക സൈനികരെ വിന്യസിക്കുന്നതും ഇറാൻ പുതിയ സുരക്ഷാ മേധാവിയെ നിയമിക്കുന്നതും ഇസ്രായേൽ ലെബനോനിൽ സുരക്ഷാ മേഖല പ്രഖ്യാപിച്ചതും യുദ്ധം കൂടുതൽ ദീർഘിക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ഇപ്പോഴത്തെ ഘട്ടത്തിൽ ചർച്ചകൾ വിജയിക്കുമോ അതോ യുദ്ധം കൂടുതൽ രൂക്ഷമാകുമോ എന്ന അനിശ്ചിതത്വത്തിലാണ്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, ഈ യുദ്ധത്തിന്റെ ആഘാതം പശ്ചിമേഷ്യയിൽ മാത്രമായി ഒതുങ്ങുന്നില്ല. അത് മുഴുവൻ ലോകത്തെയും സാമ്പത്തികമായും രാഷ്ട്രീയമായും സാമൂഹികമായും ബാധിക്കും.
ഈ സംഘർഷത്തിന്റെ തുടർ വികാസങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങൾ തുടരും. കൂടുതൽ വിവരങ്ങൾക്ക് ഡീൽസ് കേരള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ ബട്ടൺ ഓൺ ചെയ്യാൻ മറക്കരുത്. നന്ദി. ഇന്റർനാഷണൽ ഡെസ്ക്, ഡീൽസ് കേരള.